പലരും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൈറ്റ് വിക്ടേഴ്സിൻ്റെ +2 ക്ലാസ് ഇംഗ്ലീഷ് അതിൻ്റെ മലയാളം മീനിങ് അടക്കം നമുക്ക് ഇവിടെ ക്ലാസ് തുടങ്ങാം. Hi, good morning. How are you all? Warm welcome to a new academic year. Hope you all are safe. Have you ever imagined? എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പുതിയ അക്കാഡമിക് ഇയറിലേക്ക് കടക്കാം. Such a reopening day, you at your home and we, the teachers, in this frame. So, for the time being, we are going to have classes in this manner. നോക്കൂ, ഇതൊരു പുതിയ അക്കാഡമിക് ഇയറിൻ്റെ തുടക്കമാണ്. പക്ഷേ സാധാരണയുള്ളതുപോലെയല്ല. നിങ്ങൾ വീട്ടിലും നമ്മൾ ഇങ്ങനെയുള്ളൊരു ഫ്രെയിമിൻ്റെ കൂട്ടിലുമാണുള്ളത്. ഇതൊരു വല്ലാത്ത ഒരവസ്ഥ തന്നെ. നമുക്ക് ക്ലാസ് തുടങ്ങാം. For a while, this is going to be the new normal schooling. So we are here to take today's English class and we'll be with you for the next 30 minutes. So get നമുക്ക് പുതിയ ന്യൂ സ്കൂളിംഗ് സിസ്റ്റം തുടങ്ങാം. നമ്മൾ നിങ്ങളോട് കൂടെ ഏകദേശം ഒരു അരമണിക്കൂർ ഉണ്ടാവും. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ready. Take your pen, notebooks and textbook if you have one. Because നിങ്ങൾ നോട്ട്ബുക്കും പെന്നും എല്ലാം എടുക്കുക. റെഡിയാവുക. നമുക്ക് ക്ലാസ് തുടങ്ങാം. there'll be worksheets we'll be showing on the screen and you have to complete the worksheets and submit it to your English teacher. നിങ്ങൾക്ക് വർക്ക്ഷീറ്റുകളുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ കുറച്ച് പണികളുണ്ട്. അതൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിന് സബ്മിറ്റ് ചെയ്യുക, കാണിച്ചു കൊടുക്കുക. ഇവിടെ കാണിക്കുന്നത് So, in this 30 minutes, we'll listen, we'll speak, we'll read, we'll write, and of course, we'll have fun. Now, ഈ 30 മിനിറ്റ്സ് നമുക്ക് വായിക്കാം, നമുക്ക് കേൾക്കാം, നമുക്ക് സംസാരിക്കാം, നമുക്ക് എഴുതാൻ, അതിലുമുപരിയായി നമുക്ക് തമാശകളും പറയാം. Now we have a quick look at our textbook. In the screen, you can see the cover page of our +2 English textbook. This year, നോക്കൂ, നിങ്ങൾ ഒരു പെട്ടെന്നൊരു നോട്ടം നമ്മുടെ +2 ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ആണ് സ്ക്രീനിൽ കാണുന്നത്. we have 5 interesting units. Each unit is based on a particular theme. We have നമുക്ക് 5 യൂണിറ്റുകളാണുള്ളത്. ഓരോ യൂണിറ്റുകളും ഒരു പ്രത്യേക പ്രമേയത്തെ ആസ്പദമാക്കിയാണ് തയ്യാർ ചെയ്തിരിക്കുന്നത്. beautiful stories, poems, write-ups, articles, etc. to read and നമുക്ക് കുറേ ആർട്ടിക്കിൾസുകളുണ്ട്, അതായത് ലേഖനങ്ങളുണ്ട്, രൂപങ്ങളുണ്ട്, ചെറുകഥകളുണ്ട്, അതുപോലെ പ്രമേയത്തെ ആസ്പദമാക്കിയുള്ള ഫലിതങ്ങളുണ്ട്. എല്ലാം നമുക്ക് വായിക്കാം, ആസ്വദിക്കാം. enjoy. The first unit is titled Flights of Freedom. Here, ആദ്യത്തെ യൂണിറ്റ് നമുക്ക് ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം, പറക്കാൻ ഉള്ള സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യത്തോടെ പറക്കാം എന്ന യൂണിറ്റാണ്. we have a speech, a poem, a short story, and an anecdote. Yes. So, ഇതിലൊരു പ്രസംഗമുണ്ട്, അതോടുകൂടെ ഒരു കഥയുണ്ട്, ഒരു ഫലിതവുമുണ്ട്. for a
start, shall we do a warm-up activity? Okay, ready? Yes. നമ്മുടെ നല്ല തുടക്കത്തിന് വേണ്ടി നമുക്കൊരു ആക്ടിവിറ്റിയോട് കൂടി തുടങ്ങാം. എല്ലാവരും റെഡിയാണോ? For that, children, please stand up. Yes, thank you. And now, stand straight. Stretch your arms like this. Yes, very good. Now, wiggle your fingers. Yes, right, that's it. Wiggle your fingers, wiggle, wiggle. Now, pull your arms back. Right. And now, take a deep breath. Like this. Yes. And then, release the air like ha. Okay? ആദ്യമായി എല്ലാവരും എഴുന്നേൽക്കുക. എന്നിട്ട് നിങ്ങളുടെ കൈകൾ നീട്ടുക. കൈകൾ നീട്ടിയതിന് ശേഷം നിങ്ങളുടെ കൈയുടെ വിരലുകൾ ചുഴറ്റുക. എന്നിട്ട് നിങ്ങളുടെ കൈകൾ ബാക്കോട്ട് വെക്കുക. ബാക്ക് വെച്ചതിന് ശേഷം അവസാനം എല്ലാവരും കൂടി കൈകൾ ഉയർത്തി ഹാ എന്ന് പറയുക. Wonderful. You're feeling so refreshed and energized, aren't we, teacher? Yes. Of course, we think that you are also refreshed and energized. Okay? Yeah. വണ്ടർഫുൾ. നല്ല മനോഹരം. എല്ലാവരും നല്ല റിഫ്രഷ്മെൻറ്റ് കിട്ടിയതുപോലെയുണ്ട്. എല്ലാവരും നല്ല എനർജറ്റിക് ആണെന്ന് തോന്നുന്നു. നമുക്കും നല്ല ഉന്മേഷമുണ്ട്. Before getting into the text, let's have some kind of entertainment. It's not merely entertainment. You have something to learn from it too. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു വിനോദം നടത്താം. വിനോദം മാത്രമല്ല, നമുക്കതിൽ നിന്നും പഠിക്കാനുമുണ്ട്. Don't you love musical videos? How about you, teacher? Of course, I love music. We know that you all are fans of music. Come on, let's quickly watch the video and come back. നിങ്ങളെല്ലാവരും മ്യൂസിക് ഇഷ്ടപ്പെടുന്നവരാണോ? ഞങ്ങൾ മ്യൂസിക് ഇഷ്ടപ്പെടുന്നു. നിങ്ങളും അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കും. നമുക്ക് ഒരു മ്യൂസിക് വീഡിയോയിലേക്ക് പോകാം. Love it. Don't go away. चुचू, स्कूल के फर्स्ट डे के लिए बैग, पेंसिल बॉक्स और मेरा वाटर बॉटल। हर सवेरा यहाँ तू है, सब वहाँ है जहाँ तू है, कदमों में तेरे जन्नतें बिछी हैं, जलवों में तेरे शोहरतें छुपी है खुदा. Yes, you have watched the video, right? Did you like it? Beautiful, isn't it? നമ്മൾ ഒരു വീഡിയോ കണ്ടല്ലോ, നല്ല രസമുണ്ട് കാണാൻ, അല്ലേ? That was a good piece of music. Enjoyed? Of course, we enjoyed. Now, tell me, let's see how good observers you are. Can you identify the singer of this music? നമ്മളിഷ്ടപ്പെട്ടു, നിങ്ങളും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. നമുക്ക് നിങ്ങളുടെ കാര്യക്ഷമത ഒന്ന് പരിശോധിക്കാം. നിങ്ങളുടെ വീക്ഷണ മനോഭാവം അല്ലെങ്കിൽ വീക്ഷണ കഴിവ് എത്രയുണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം. Video. Is it Udit Narayan? Is it Udit Narayan? What do you think, dears? No, right? Yes.
ആ വീഡിയോയിൽ പാടിയ ആളാരാണ്? ടീച്ചർ, അത് ഉദിത് നാരായണാണോ? ആണോ കുട്ടികളെ? No, no, it's not. It's not. Then, is it Sonu Nigam? No. അതല്ല, അത് സൊലോനിക എന്ന ആളാണോ? അല്ല. No. Teacher says it's no. And we are sure that your answer is also no. It's not. Then, who is he? Who is the singer? You can see a glimpse of the singer in the video. Yes. Yes, somebody out there said the right answer. It is Shankar Mahadevan, the versatile singer. You know, he has sung. ആ, ഇത് അവരാരുമല്ല. സൊലോനിക അല്ല, ഉദിത് നാരായണനുമല്ല. പിന്നെ ആരാണത്? യെസ്, ആരോ ഒരാൾ പറഞ്ഞു. അത് ആരാണ്? ശങ്കർ നാരായണൻ. അദ്ദേഹം ഒരു നല്ല പാട്ടുകാരനാണ്. In Malayalam, Hindi, Tamil, etc. Now, അദ്ദേഹം മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. take your notebook and write down. I have a question for you. Write the answer, okay? And these answers you have to submit to your English teacher. Can you identify? നിങ്ങളെല്ലാവരും നോട്ട്ബുക്ക് എടുക്കുക, പേനയെടുക്കുക. ഒരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആ ചോദ്യത്തിന് ആൻസർ നിങ്ങളുടെ ടീച്ചേഴ്സിന് കൈമാറേണ്ടതാണ്. What the video is about. I mean, the theme of the video. Can you write it? ക്വസ്റ്റ്യൻ ഇതാണ്: എന്താണ് ഈ വീഡിയോയുടെ തീം? ഈ വീഡിയോയുടെ ഇതിവൃത്തം അല്ലെങ്കിൽ പ്രമേയം എന്താണ് എന്നാണ് ചോദ്യം. Now? Yes? We'll give you time. Okay. Yes. What is the theme of the video? Of course, it is about women. Video. യെസ്, ഇതെന്തിനെക്കുറിച്ചാണ്? ഇത് തീർച്ചയായും സ്ത്രീകളെക്കുറിച്ചാണ് ഈ വീഡിയോ പ്രതിപാദിക്കുന്നത്. We could see that it was a celebration of womanhood. Right? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇത് സ്ത്രീത്വത്തിൻ്റെ സെലിബ്രേഷനാണ്, അതിനെ ആചരിക്കലാണ്, അതിൻ്റെ വലിയ രീതിയിലുള്ള ഉന്മാദത്തിലുള്ള ആചരണമാണ് ഇവിടെ കാണുന്നത്. Yes. Now, the second question. Teacher, what kind of women have you seen in the video? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: വാട്ട് കൈൻഡ് ഓഫ് വുമൺ ക്യാൻ യു സീ ഇൻ ദിസ് വീഡിയോ? ഏത് തരത്തിലുള്ള സ്ത്രീകളെയാണ് ഈ വീഡിയോയിൽ കാണുന്നത്? എന്തൊക്കെ വർക്കുകളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? Are they working women or are they housewives or homemakers? അവർ വർക്കിംഗ് വുമൺസുകളാണോ എന്ന് പറഞ്ഞാൽ അവർ ചുമട്ടുതൊഴിലാളികളാണോ? അതല്ല അവർ പോട്ടേഴ്സാണോ? കൂലിപ്പണിക്കാരാണോ? പോട്ടേഴ്സാണോ? ചുമട്ടുതൊഴിലാളികളാണോ? Can you tell us what kind of women? Please write it down in your notebook. Have you? Yes. You have the answer, right? Yes. You have seen them doing many kinds of job, right? Yes. അവർ വീട്ടുജോലിക്കാരാണോ? ഏത് രീതിയിലുള്ളവരാണ്? അവർ വ്യത്യസ്ത തരത്തിലുള്ള ജോലികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. Very good. What kind of jobs were they doing? They were doing many kinds of jobs, right? They were in many kinds of profession. Can
can you tell us what the different jobs were? You can write it down that too. What were the different ഏത് തരത്തിലുള്ള ജോലികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതും കൂടി നിങ്ങൾ എഴുതണം. jobs? Right. So, we'll here draw a word web. Okay. And inside the word web, നമുക്ക് ഒരു വേർഡ് വെബ് വരയ്ക്കാം. ആ വേർഡ് വെബിനുള്ളിൽ we'll write the word women. Okay? You can also draw women. Yes. Now, we'll draw some branches to the അതിനുള്ളിൽ നമുക്ക് വുമൺ എന്ന് എഴുതാം. അതിനുശേഷം അതിൻ്റെ ചുറ്റുമായി നമുക്ക് ബ്രാഞ്ചസുകൾ വരക്കാം. circle. Okay, now let's write the jobs that you have identified in these branches. Okay, yes, there were sweepers, right? Yes, there were potters too, right? അവർ സ്വീപ്പേഴ്സാണ്, അടിച്ചു വാരുന്നവരാണോ, വൃത്തിയാക്കുന്നവരാണോ? ഒന്ന്. Then there were chefs, right? Women baking cakes. Haven't you seen? രണ്ടാമത്തത് അവർ പോട്ടേഴ്സാണോ, ചുമട്ടുകാരാണ്. മൂന്നാമത്തത് അവർ ചെഫുകാരാണ്, അതായത് കേക്കൊക്കെ ഉണ്ടാക്കുന്ന ബേക്കറി സാധനങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. Right. Business women, lots of successful women in that area too. Yes, of course. And then, haven't you seen police cadets or police women? Of course, we like that also. Women working in ബിസിനസ് നടത്തുന്നവരുണ്ട്, അതുപോലെ പോലീസ് കാഡറ്റ്സുകളുണ്ട്. hotels as receptionists, front office, right? And then, haven't you seen a ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, റിസപ്ഷൻ വർക്കിംഗ് ചെയ്യുന്നു, ഓഫീസ് ജോലി ചെയ്യുന്നവരുണ്ട്. woman milking a cow, right? Okay, so you have മിൽക്കിംഗ് വുമൺ ഉണ്ട്, പാൽ കറക്കുന്നവരുണ്ട്, പാൽ വിതരണം ചെയ്യുന്നവരുണ്ട്. seen a milk woman, right? Yes. So you write that. I have seen a mother with her daughter. Yes. Haven't you seen a mother feeding her daughter? Shall we write that on? മദറുണ്ട്, ഡോട്ടേഴ്സ് ഉണ്ട്. മദറായി വർക്ക് ചെയ്യുന്നവരുണ്ട്, വൈഫായി വർക്ക് ചെയ്യുന്നവരുണ്ട്, ഡോട്ടറായി വർക്ക് ചെയ്യുന്നവരുണ്ട്, മകളായി വർക്ക് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ വ്യത്യസ്ത ജോലികൾ ചെയ്യുന്നവരാണ് സ്ത്രീകൾ. So, yes, very good, great. You are all good observers. You could find out all the professions wonderfully well. So, women are not. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല നിരീക്ഷകരാണെന്ന് മനസ്സിലായി. അപ്പോൾ വുമൺ നല്ല കുറേ ജോലികൾ ചെയ്യുന്നു എന്ന് നമുക്കും മനസ്സിലായി. Those who are destined to be inside the four walls of their house and to do household work alone. They can do all. അപ്പോൾ സ്ത്രീകൾ വെറും ഒരു 4 മതിൽക്കെട്ടിനുള്ളിൽ കഴിയേണ്ടവരല്ല, അവർ വ്യത്യസ്ത ജോലികൾ ചെയ്യേണ്ടവരാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലായി. Sorts of job. They can be earning members of the family, the real breadwinners. They can also അവർക്ക് കുടുംബത്തിലെ നിത്യ ചെലവിനുള്ള വരുമാനം നേടുന്നവരാകാൻ കഴിയും. അവരാണ് യഥാർത്ഥത്തിൽ ബ്രെഡ് വിന്നേഴ്സ്, അതായത് ജീവിതത്തിനുള്ള ചെലവ് കണ്ടെത്തുന്നവർ. support the family like that, right? Yes, of course. Now, it's time for a puzzle. How about that? ഇപ്പോൾ നമുക്കൊരു പസിലിൻ്റെ സമയമാണ്. ഒരു പസിൽ, ഫലിതം. നമുക്കതിലേക്ക് പോകാം. We know that you all like puzzles very much.
നിങ്ങൾ ആ പസിലിന് ആൻസർ പറയണം. അതിനുവേണ്ടി നിങ്ങൾ കൃത്യമായി എന്തു ചെയ്യേണ്ടതുണ്ട്, അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. The story, yes. A young boy is involved in a traffic accident. ഒരു കുട്ടി ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. And is immediately rushed to the hospital for urgent surgery. In the bustle and chaos of the പെട്ടെന്ന് തന്നെ ആ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. hospital environment, the surgeon strides into the operating room. Now, ഉടൻ സർജൻ ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് കടന്നു വരുന്നു. think of the surgeon, brimming with confidence and authority, a true A-type personality, very attractive, very much determined, one who knows instinctively how to take charge. Oh, so ആ സർജനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം, നമുക്കൊന്ന് പരിചയപ്പെടാം. വളരെ കോൺഫിഡൻ്റാണ്, വളരെ ആത്മവിശ്വാസവും വളരെ കഴിവുള്ളവരും വളരെ നിശ്ചിച്ച തീരുമാനമുള്ളവളും ആയിരുന്നു. അവർക്ക് ഏത് കാര്യവും കൃത്യമായി ചെയ്യാനുള്ള സ്ഥൈര്യവും ധൈര്യവും ഒക്കെ ഉണ്ട്. the distinguished surgeon looks down at the boy and said, I ആ സർജൻ കുട്ടിയെ നോക്കുന്നു. can't operate on this boy. It's my son. Indeed, the boy is the surgeon's son. Yet, നോക്കി ഉടൻ പറയുന്നു, എനിക്ക് ഈ ഓപ്പറേഷൻ ചെയ്യാൻ കഴിയില്ല, ഇതെൻ്റെ കുട്ടിയാണ്. അതെ, ഈ കുട്ടി ഈ ഡോക്ടറുടെ, ഈ സർജൻ്റെ മകനാണ്. surgeon is not the boy's father. Who then? സർജൻ ഒരിക്കലും ഈ കുട്ടിയുടെ അച്ഛനല്ല, പിന്നെ ആരാണ്? What is their relation? Can you tell me? എന്താണ് അവരുമായിട്ടുള്ള ബന്ധം, ഈ കുട്ടിയും സർജനുമായുള്ള ബന്ധം? Can you, teacher? Guess, is it his ടീച്ചർക്ക് പറയാൻ പറ്റുമോ? uncle? No. അങ്കിളാണോ? It's not uncle. Can he be his stepfather? Is his stepfather, children? Yeah? വളർത്തച്ഛനാണോ? No, no. Okay, grandfather? അല്ല. No, no. അല്ല. വല്യച്ഛനാണോ? അതുമല്ല. It's not? Yes, the answer is simple. We know you have the answer. The surgeon is she. She is a boy's mother. But ആൻസർ നിങ്ങൾക്കറിയാം. അതെ, അതാരാണ്? ആ കുട്ടിയുടെ അമ്മയാണ്. the thing is that most of us won't think it is his mother, right? Usually, we do relate all these words in the story about the surgeon, like bold, confident, successful, etc., etc., only to a male image, right? Why? നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു ഇമേജ് വരാറില്ല. ധൈര്യശാലി, ആത്മവിശ്വാസമുള്ളവൻ, വളരെ സ്ഥൈര്യമുള്ളവർ, ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ നമ്മൾ പൊതുവെ പുരുഷന്മാർക്കാണ് വെച്ചു കൊടുക്കാറ്. നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഒരു സ്ത്രീയുടെ രൂപം വരാറില്ല. ഇതല്ലേ സത്യം? So, because we do not think
position. Our mind doesn't allow us to think like that. Our mind is set. നമ്മുടെ മനസ്സ് ഒരിക്കലും അങ്ങനെയുള്ള വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരാറില്ല. When we think of a woman image, we tend to add words like meek, shy, weak to that. Is this right? സ്ത്രീകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കെപ്പോഴും മനസ്സിൽ വരാറുള്ളത് വളരെ നാണമുള്ളവൾ, വളരെ കഴിവില്ലാത്തവൾ, ഇങ്ങനെയുള്ള ചിന്തകളാണ് വരാറുള്ളത്. അതാണല്ലോ ശരി. Do you agree with this? Of course. There are many women who have made their marks in their respective career. Yes. You can see them on the screen. You can add. ലോകത്ത് വളരെയധികം വ്യക്തിമുദ്ര പതിപ്പിച്ച കുറേ വനിതകളുണ്ട്. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കൂ. More names whom you know. Okay, so women can also be in such higher positions. We have seen. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് സ്ത്രീകൾ വളരെയധികം പൊസിഷനുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ്. നല്ല നല്ല സ്ഥാനങ്ങളിൽ അവർ എത്തിപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. The images of great women who were successful in their own fields. Yes? So, women can also lead a team, an organization, or an institution, of course, or the state. അപ്പോൾ ഈ സ്ക്രീനിൽ കണ്ട ചിത്രങ്ങളൊക്കെ അവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഏരിയകളിൽ അവർ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്, നന്നായി അവർ കളിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവരെയാണ് നാം കണ്ടത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഒരു ടീമിനെ നയിക്കാൻ കഴിയും. ഒരു ടീം എന്നല്ല, ഒരു സംഘടനയെ നയിക്കാം. ഒരു സംഘടന എന്നല്ല, ഒരു സ്ഥാപനത്തെ നയിക്കാം. ഒരു സ്ഥാപനം എന്നല്ല, ഒരു രാഷ്ട്രത്തെ തന്നെ നയിക്കാം. Today, we are going to discuss a speech, a motivating speech. നമുക്ക് ഇന്ന് ഒരു സ്പീച്ചിനെ കുറിച്ച്, ഒരു പ്രസംഗത്തെക്കുറിച്ച് സംസാരിക്കാം, ചർച്ച ചെയ്യാം. By a powerful lady, that is Christine Lagarde. Shall we? ആ പ്രസംഗം ക്രിസ്റ്റ്യൻ ലഗാർഡ് എന്ന ശക്തമത്യായ ഒരു വനിത നടത്തിയതാണ്. Take a quick look at her profile. Yes, the profile of Christine Lagarde. On the screen, you ക്രിസ്റ്റ്യൻ ലഗാർഡിൻ്റെ പ്രൊഫൈലിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ആരാണ് ക്രിസ്റ്റ്യൻ ലഗാർഡ്? can see the profile of Christine Lagarde. She is the first woman to become the അവർ ആരാണ്? ആദ്യമായി G8 എക്കോണമി രാഷ്ട്രങ്ങളിൽ വെച്ച് ഫൈനാൻസ് മിനിസ്റ്ററായ വനിതയാണ്. സാമ്പത്തികം കൈകാര്യം ചെയ്ത മന്ത്രിയാണ്, ആദ്യത്തെ മന്ത്രി, വനിതാ മന്ത്രി. Minister of a G8 economy and the only woman as of 2020. G8 means a group of 8 nations that constitute the G8 എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് 8 നേഷൻസ്, അതായത് 8 രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയാണ് G8 എന്ന് പറയുന്നത്. G8 economy. Okay? Yes. She is a French politician and lawyer serving. അവർ ഫ്രഞ്ച് പൊളിറ്റീഷ്യനാണ്, ഫ്രഞ്ചിലെ രാഷ്ട്രീയ തലവയാണ്. ആൻഡ് ലോയർ സെർവിങ് ദ പ്രസിഡൻറ്റ് ഓഫ് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് സിൻസ് 2019. 2019 മുതൽ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ പ്രസിഡൻ്റായി വർക്ക് ചെയ്യുന്ന അഡ്വക്കേറ്റ് കൂടിയാണ്. As a president of European Central Bank since 2019. She is a noted antitrust and labor. അവർ വളരെ പ്രധാനപ്പെട്ട ആൻറ്റി ട്രസ്റ്റാണ്. കുത്തക സംരംഭങ്ങളെ എതിർക്കുന്നവരും
പാവപ്പെട്ട തൊഴിലാളികളുടെ സഹായിയായ നിയമജ്ഞയാണ്. അവർ വളരെ ഇംപ്രസീവാണ്, മതിപ്പുളവായ രാഷ്ട്രീയ പ്രവർത്തകയാണ്, നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. Lawyer. She is enormously impressive, politically astute, and a strong personality. Yes, she has also served as the managing director of the ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടറായി അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. Funds. She has held many ministerial posts like Minister of Agriculture and Fishing, അഗ്രികൾച്ചർ ആൻഡ് ഫിഷിങ്ങിൻ്റെ മിനിസ്റ്ററായി, അതായത് മത്സ്യത്തിൻ്റെയും കർഷക മന്ത്രിയായും, അതുപോലെ സാമ്പത്തിക വ്യാവസായിക സംരംഭങ്ങളുടെ മിനിസ്റ്ററായും മന്ത്രിയായും വർക്ക് ചെയ്തിട്ടുണ്ട്, സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ട്. of Economy, Finance and Industry. Christine Lagarde has delivered a speech at the National Democratic Institute, Washington DC on 19th May 2014. Let's go. അവർ പ്രസംഗിച്ചത് വാഷിങ്ടൺ ഡി സിയിൽ വെച്ചാണ്, ഡെമോക്രാറ്റിക് കോൺഫറൻസിൽ വെച്ചാണ്, മീറ്റിങ്ങിൽ വെച്ചാണ് അവർ ഈ പ്രസംഗം നടത്തിയത്. 2014 മെയ് 19 ഈ പ്രസംഗം നടത്തിയത്. Through the script of the speech. Script is shown on the screen. Yes, we'll read the script of the speech together. Okay? Yes. Script is here. ആ പ്രസംഗത്തിൻ്റെ സ്ക്രിപ്റ്റിലേക്ക് നമുക്ക് പോകാം. ആ സ്ക്രിപ്റ്റ് നമുക്ക് കാണാം. Christine Lagarde. Good afternoon. It is great to be among friends and kindred spirits. The 21st century poses many challenges that require new ways of thinking. None more important. 21-ാം നൂറ്റാണ്ട് വളരെയധികം വെല്ലുവിളികൾ നേരിടുന്ന സന്ദർഭമാണ്. Than the economic role of women in a rapidly changing world. But